ഹലോ എവ്രി വൺ. RRB ടെക്നീഷ്യൻ്റെ ഗ്രേഡ് 1 ആൻഡ് ഗ്രേഡ് 3 നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ എക്സാമിന് നിങ്ങൾക്ക് മിസ്റ്റേക്സ് ഒന്നും വരുത്താതെ എങ്ങനെ ക്ലിയർ ആയിട്ട് അപ്ലൈ ചെയ്യാം എന്നതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് അടങ്ങുന്ന സ്റ്റെപ്സ് ആണ്. അപ്പോൾ ഈ എക്സാമിനെ പറ്റിയിട്ട് ആദ്യമായിട്ട് കേൾക്കുന്നവരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറയട്ടെ. RRB എന്ന് പറയുന്നത് നമ്മുടെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡാണ്. അതിൻ്റെ കീഴിൽ വരുന്ന ഗ്രേഡ് 1 ആൻഡ് ഗ്രേഡ് 3 ടെക്നീഷ്യൻ പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പം റിലീസ് ആയിരിക്കുന്നത്. ഏകദേശം 6500 വേക്കൻസീസ് ആണ് ഗ്രേഡ് 1ലും ഗ്രേഡ് 3ലും കൂടെ കമ്പൈൻഡ് ആയിട്ട് വരുന്നത്. ഒത്തിരി പേര് വളരെ ഹോപ്പ്ഫുൾ ആയിട്ട് നോക്കുന്ന ഒരു എക്സാമിനേഷൻ ആണ് ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് മറ്റുള്ള RRB എക്സാംസ് പോലെ CBT 1 കഴിഞ്ഞ പിന്നെ CBT 2 അല്ലെങ്കിൽ CBAT, അതായത് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പോലെ വരുന്ന ALP എക്സാമിനൊക്കെ വരുന്നത് പോലെ വരുന്ന ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റോ അങ്ങനെ എക്സ്ട്രാ സ്റ്റെപ്പുകൾ ഒന്നും തന്നെ ഇല്ല. വളരെ ഈസി ആയിട്ട് ഒറ്റ ലെവൽ എക്സാമിലൂടെ, അതായത് സിംഗിൾ സ്റ്റേറ്റ് സെലക്ഷനിലൂടെ അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒക്കെ മാത്രമാണ് വരുന്നുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് റിക്രൂട്ട്മെന്റിലൂടെ എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് തന്നെയാണ് ഒത്തിരി പേര് വളരെ പ്രതീക്ഷയോടെ നോക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ഇതാവാനുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട കാരണം. പിന്നെ റെയിൽവേയുടെ ജോലി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. റെയിൽവേയുടെ എക്സ്ട്രാ വരുന്ന അലവൻസുകളും പിന്നെ സെൻട്രൽ ഗവൺമെൻറ് ജോബ് ആയതുകൊണ്ട് തന്നെ നല്ല ജോബ് സെക്യൂരിറ്റിയും നിങ്ങളുടെ അലവൻസുകളും ഇതെല്ലാം തന്നെ കറക്റ്റായിട്ട് വരും. സോ നല്ലൊരു കരിയർ പ്രോഗ്രഷൻ കൂടി വരുന്ന ഒരു പ്രൊഫൈലാണിത്. അതായത് നിങ്ങൾ ടെക്നീഷ്യൻ ആയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുശേഷം സീനിയർ ടെക്നീഷ്യൻ ആകാം, അതിനുശേഷം ജൂനിയർ എഞ്ചിനീയർ ആകാം. അങ്ങനെ കയറി പോകുന്ന ഒരു പ്രൊമോഷണൽ ലാഡർ കൂടി ഈ ഒരു ജോലിക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിന്റെ സ്റ്റാർട്ടിംഗ് സാലറി പേ റേഞ്ച് വരുന്നത് 19,000 ഓൺവേർഡ്സ് ആണ്. അത് 19,900 ഓൺവേർഡ്സ് ആണ് വരുന്നത്. സോ ഇതൊരു ഗ്രേഡ് സി അല്ലെങ്കിൽ ഗ്രൂപ്പ് സിയിൽ വരുന്ന പോസ്റ്റ് ആണ്. സോ ഇത് നമ്മളുടെ ബേസിക് പേ ആണ്. സോ ഇതിന് ശേഷം നിങ്ങളുടെ ഡ്യൂണസ് അലവൻസും HRയും അങ്ങനെയുള്ള എല്ലാ അലവൻസുകളും കൂടെ ചേർത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സാലറി നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ വേക്കൻസിയുടെ കാര്യം ഞാൻ ഒന്നും കൂടെ എടുത്തു പറയണു. 6500 വേക്കൻസീസ് ആണ്, 6500 പ്ലസ് വേക്കൻസീസ് ആണ് ഇത്തവണ അനൗൺസ് ചെയ്തിരിക്കുന്നത്. സോ ഈ എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 29th ജൂലൈ ആണ്. സോ അത് ഞാനിവിടെ ഒന്ന് എഴുതുന്നുണ്ട്. 29th ജൂലൈ വരെ നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം. കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പ്ലീസ് റിമെമ്പർ, 29th ജൂലൈ വരെ സമയമുണ്ടെന്ന് വിചാരിച്ച് ലാസ്റ്റ് മിനിറ്റിലേക്ക് കൊണ്ടുപോകരുത്. ബിക്കോസ് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ വെബ്സൈറ്റ് ഹാങ് ആവും, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ടെൻഷനായി പോകും. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് കൃത്യമായി മനസ്സിലായതിനു ശേഷം എല്ലാവരും ഉടനെ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സോ അപ്പോൾ സിംഗിൾ സ്റ്റേജ് ആണ്. CBT 1 എക്സാം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും കൂടിയാണ് വരുന്നത്. ഇനി ഇതിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൂടി ഞാൻ പറയാം. ഇവിടെ ഗ്രേഡ് 1 ആൻഡ് ഗ്രേഡ് 3 എന്ന് പറയുന്ന 2 ലെവലിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഗ്രേഡ് 3 പോസ്റ്റുകൾക്ക് വരുന്ന പ്രായപരിധി 18 to 30 ഇയേഴ്സ് ആണ്. ഗ്രേഡ് 1ൽ വരുന്നത് 18 to 33 ഇയേഴ്സ് ആണ്. ഗ്രേഡ് 3 എന്ന് പറയുന്നത് ഒരു മെട്രിക്കുലേഷൻ ലെവലിൽ വരുന്ന എക്സാം ആണ്. അതായത് നിങ്ങൾക്ക് 10th സ്റ്റാൻഡേർഡ് ആൻഡ് ITI ഉണ്ടെങ്കിൽ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഗ്രേഡ് 1ലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ ഡിപ്ലോമയോ അല്ലെങ്കിൽ BSc ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഇനി വരുന്ന സ്ലൈഡ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് എല്ലാവർക്കും കൃത്യമായിട്ടും ക്ലിയർ ആയിട്ടും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നതിൻ്റെ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് പോകാം. സോ റെയിൽവേയുടെ എല്ലാ എക്സാംസും നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു വെബ്സൈറ്റിൽ നിന്നാണ്. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും. rrbapply.gov.in എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് കാണാൻ പറ്റുന്നുണ്ടാവും. ഇത് ജസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. ഒന്നെങ്കിൽ ഇത് ഫുൾ അടിക്കുക, അല്ലെങ്കിൽ RRB അപ്ലൈ എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലേക്ക് ഈസിലി ലാൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആദ്യമായിട്ടാണ് ഇതുവരെ ഒരു RRBയുടെ എക്സാമിന് പോലും അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതെങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യണം എന്നൊക്കെ ഇതിന് മുമ്പത്തെ ALPക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന വീഡിയോസിലും ഒക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്താൽ മതിയാകും. അപ്പോൾ ഇന്ന് ഞാൻ ഫസ്റ്റ് തൊട്ടുള്ള പ്രോസസ്സ് വീണ്ടും പറയുന്നില്ല. ആ വീഡിയോ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. നിങ്ങൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് എല്ലാ അക്കൗണ്ട്സും ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ്
നിങ്ങളുടെ ക്രെഡൻഷ്യൽസ് വാലിഡ് ആയിട്ടുള്ളൊരു ഇമെയിൽ ID വേണം, വാലിഡ് ആയിട്ടുള്ളൊരു മൊബൈൽ നമ്പർ വേണം. ഇത് രണ്ടും നിങ്ങളുടെ കയ്യിൽ എപ്പോഴും സേഫ് ആയിട്ട് കീപ്പ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനുശേഷം നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പാസ്വേഡ് കിട്ടും. അതിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആ പാസ്വേഡ് മാറ്റി, മെയിലിൽ വരുന്ന പാസ്വേഡ് മാറ്റിയിട്ട് നിങ്ങളുടെ ഒറിജിനൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പാസ്വേഡ് വെച്ചിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അത് കോമൺ ആയിട്ടുള്ള പ്രോസസ്സ് തന്നെയാണ്. അങ്ങനെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസിലി ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. ഈ വെബ്സൈറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലൂടെയാണ് RRBയുടെ എല്ലാ എക്സാംസിനും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഫൈൻ. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പേജ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ 2 നോട്ടിഫിക്കേഷൻ ജൂൺ 30 റിലീസ് ആയിട്ടേ ഉള്ളൂ. ഒന്ന് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലും ഇനി ഗ്രേഡ് 3 പോസ്റ്റുകളും. ഓക്കെ, സോ ഇതിൻ്റെ രണ്ടിനും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി എഞ്ചിനീയറിംഗ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടിനും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് രണ്ടിനും ഒന്നിന് അപ്ലൈ ചെയ്താൽ മറ്റതിന് പറ്റില്ല എന്നല്ല, രണ്ടിനും അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ രണ്ടിനും ഒരുമിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പേജിൻ്റെ താഴെ കാണുന്നത്. സോ ജസ്റ്റ് നിങ്ങൾക്ക് അറിയുന്നത് പോലെ നിങ്ങൾ ലോഗിൻ ചെയ്യുക. ഒന്നെങ്കിൽ ആധാർ വെച്ചിട്ടോ അല്ലെങ്കിൽ ആധാർ വെച്ചിട്ട് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ OTP വരും. ഇതല്ലെങ്കിൽ ഇവിടെ നമുക്ക് അക്കൗണ്ട് ക്രെഡൻഷ്യൽ വെച്ചിട്ട് വേണമെങ്കിലും ലോഗിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് 2 രീതിയിൽ ഇവിടേക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. ഒന്നുകിൽ OTP നിങ്ങളുടെ മൊബൈലിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ മെയിലിലേക്കോ സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇമെയിൽ IDയിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് OTP സെൻഡ് ചെയ്യാം. ഇനി മൊബൈൽ ആണെങ്കിൽ അതിലേക്ക് സെൻഡ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ മൊബൈൽ നമ്പറിൻ്റെ OTP അയക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ OTP ഹാസ് ബീൻ സെൻഡ് ടു യുവർ മൊബൈൽ നമ്പർ എന്ന് പറയുന്ന ഒരു മെസ്സേജ് ഇവിടെ വരും. അപ്പോൾ നമ്മുടെ ഫോണിൽ വരുന്ന OTP ഇവിടെ നമ്മൾ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ കാണുന്ന ഒരു പേജ് ഇതായിരിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ. ഇവിടെ അതിൻ്റെ ഡേറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇവിടെ 13 റീജിയണൽ ലാംഗ്വേജ് എന്നൊക്കെ പറയുന്നുണ്ട്. സോ വിച്ച് മീൻസ് നിങ്ങൾക്ക് ഇവിടെ വളരെ ഈസി ആയിട്ട് മലയാളത്തിലും എക്സാം എടുക്കാൻ പറ്റും. എക്സാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് മലയാളം എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. ഈസി ആയിട്ട് മലയാളത്തിൽ എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ്ലി ഈ ഓൺലൈൻ ആപ്ലിക്കേഷനിലേക്ക് ഒന്ന് പോവാം. ഓക്കെ, സോ ഓൺലൈൻ ആപ്ലിക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ടെക്നീഷ്യൻ ഗ്രേഡ് 1ഉം ഗ്രേഡ് 3ഉം ഉണ്ട്. അപ്പോൾ ഈ 2 എക്സാംസിനും നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അറ്റ് എ ടൈം ഒരു ആപ്ലിക്കേഷനെ കൊടുക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ രണ്ടിനും നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ രണ്ടിനും നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാം. പക്ഷേ അപ്ലൈ ചെയ്യണത് ഒരുമിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്ലൈ ചെയ്യേണ്ടത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. ഓക്കെ, സോ പിന്നെ ഒരു കാര്യം, ഈ ഒരു പേജ് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് 30 മിനിറ്റ്സ് കൊണ്ട് എക്സ്പയർ ആവും. സോ നിങ്ങൾ 30 മിനിറ്റ്സ് കൊണ്ട് സബ്മിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രോസസ്സ് വരെ എത്തിയോ അവിടെ വരെയുള്ള ഡേറ്റ സേവ് ആകും. അടുത്ത് നിങ്ങൾ വീണ്ടും ലോഗിൻ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് അതേപോലെ ഫസ്റ്റ് തൊട്ട് തന്നെ OTP ഒക്കെ കൊടുത്ത് ലോഗിൻ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏത് RRBക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യുക. ഇത് രണ്ടും ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ താഴേക്ക് ഇവിടെ നിങ്ങൾ സ്ക്രോൾ ഡൗൺ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഗ്രേഡ് 1ൻ്റെ താഴെ തന്നെ ഗ്രേഡ് 3ഉം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു RRB സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും ടിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഗ്രേഡ് 3 പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്സ് ആണ്. അതേ സ്റ്റെപ്സ് തന്നെയാണ് ഗ്രേഡ് 1ലേക്ക് വരുന്നതും, വ്യത്യാസം വരുന്നില്ല. ഓക്കെ, സോ അപ്പോൾ അതിൻ്റെ എലിജിബിലിറ്റി മാത്രമാണ് ഡിഫറൻസ് വരുന്നുള്ളൂ. അത് അവിടെ എത്തുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണ് ഡിഫറൻസ് വരുന്നതെന്ന് കേട്ടോ. അപ്പോൾ ഇവിടെ ഗ്രേഡ് 3 നമ്മൾ എടുത്തു. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നേരത്തെ കൊടുത്ത എല്ലാ കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് ഇവിടെ കാണാനായിട്ട് പറ്റും. ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? സോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം എന്നല്ലേ. അപ്പോൾ ക്രിയേറ്റ് ചെയ്ത സമയത്ത് നിങ്ങൾ കൊടുത്തിട്ടുള്ള നിങ്ങളുടെ ഫുൾ നെയിം, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ആധാർ നമ്പർ, നിങ്ങളുടെ പിന്നെ സിറ്റിസൺഷിപ്പ് അതായത് നിങ്ങളുടെ കൺട്രി തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഓട്ടോ പോപ്പുലേറ്റ് ആയിട്ട് വരും. അപ്പോൾ ഇത് നിങ്ങൾക്കൊന്നും മാറ്റാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മാരിറ്റൽ സ്റ്റാറ്റസ്, റിലീജിയൻ, മദർ ടങ് ഇതിലൊക്കെ എന്തെങ്കിലും ഡിഫറൻസ് വേണമെങ്കിൽ ചെയ്യാം. ബാക്കി വരുന്ന എല്ലാം തന്നെ ഫാദേഴ്സ് നെയിമും മദേഴ്സ് നെയിമും ഒക്കെ 10 സ്റ്റാൻഡേർഡ് ബേസ്ഡ് ആയിട്ടുള്ളതാണ് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്നത്. സോ നിങ്ങൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ പോപ്പുലേറ്റ് ആയിട്ട് വരും. സോ വളരെ കെയർഫുൾ ആയിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. കാരണം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് നിങ്ങളുടെ പേരോ അച്ഛൻ്റെ പേരോ അമ്മയുടെ പേരോ ഒക്കെ നിങ്ങളുടെ 10th മാർക്ക് ലിസ്റ്റ് പോലെ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇഷ്യൂസ് ചിലപ്പോൾ വരും. ഓക്കെ, സോ വളരെ കെയർഫുൾ ആയിട്ട് കൊടുക്കണം. നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ പിന്നെ ഒരു ആപ്ലിക്കേഷൻ
കമ്മ്യൂണിക്കേഷനിലേക്ക് പോകുമ്പോൾ അവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ നിങ്ങളുടെ റിലീജിയൻ, മാരിറ്റൽ സ്റ്റാറ്റസ്, മദർ ടങ്ക് കൊടുക്കുക. ചോയ്സ് ഓഫ് എക്സാമിനേഷനും നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മലയാളത്തിൽ എക്സാം എഴുതാൻ ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ മലയാളം സെലക്ട് ചെയ്യാം. പിന്നെ പെർമനൻറ്റ് മാർക്ക് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ 2 എണ്ണം നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയും ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ താഴേക്ക് നമുക്ക് കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് കാണാം. സോ കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ അഡ്രസ്സ് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുക. സോ നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സും നിങ്ങളിപ്പോൾ താമസിക്കുന്ന എവിടെയാണോ അവിടേക്കുള്ള കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും നിങ്ങൾ കൊടുക്കണം. രണ്ടും ഒന്നാണെങ്കിൽ ഈ ഒരു മാർക്ക് ടിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ വരുന്നത് ഓട്ടോമാറ്റിക്കലി അപ്പുറത്തെ സൈഡിലേക്ക് വന്നോളും. അതായത് പ്രസൻറ്റ് അഡ്രസ്സ് തന്നെയാണ് നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് എങ്കിൽ പ്രസൻറ്റ് അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് പെർമനൻറ്റ് അഡ്രസ്സിലേക്കും വന്നോളും. ഈ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഫസ്റ്റത്തെ സ്റ്റേജ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ടാവും. പേഴ്സണൽ ഡീറ്റെയിൽസിൽ പിന്നെ വരുന്നത് എക്സ് സർവീസ്മെൻ ആണോ അല്ലയോ എന്നുള്ള ഡീറ്റെയിൽസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ അപ്രൻറ്റിസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇത്രയും സാധനം കൊടുത്താൽ നിങ്ങളുടെ ഒന്നാമത്തെ സെറ്റ് ഓഫ് ഡീറ്റെയിൽസ് ഇവിടെ സേവ് ആയി കിട്ടും. ഓക്കെ, അപ്പോൾ പേര് ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി വരും. അതിനുശേഷം നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കണം, ലാംഗ്വേജും എക്സാമിനേഷൻ്റെ ലാംഗ്വേജും കൊടുക്കണം, എക്സ് സർവീസ് മെന്നിൻ്റെ ഡീറ്റെയിൽസും, പിന്നെ നിങ്ങൾ എന്തെങ്കിലും റിസർവേഷൻ അവൈൽ ചെയ്യുന്നുണ്ടോ, ഫീ കൺസെഷൻ അവൈൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും, പിന്നെ കറണ്ട് എംപ്ലോയീസ്, അതായത് റെയിൽവേയിൽ അല്ലാതെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. പിന്നെ മറ്റേ NCVTയുടെ കീഴിൽ വന്നിരിക്കുന്ന NAC സർട്ടിഫിക്കറ്റ് നിങ്ങൾക്കുണ്ടോ, നാഷണൽ അപ്രന്റീസ്ഷിപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നുള്ള കാര്യമാണ്. പിന്നെ ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഇവിടെ ആധാർ നമ്പർ നമ്മൾ എൻ്റർ ചെയ്യണം. ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കഴിയുമ്പം അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുണ്ടാകും. അപ്പോൾ ഇത് നിങ്ങൾ സേവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാലോ, റെയിൽവേയുടെ എക്സാംസിൻ്റെ ഫീസൊക്കെ എപ്പോഴും റീഇംബേഴ്സബിൾ ആണ് അല്ലേ. അതായത് എക്സാമിന് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഔട്ട് ഓഫ് നിങ്ങൾ പേ ചെയ്യുന്ന ജനറൽ കാറ്റഗറിക്ക് 500 rupees ആണ് ആക്ച്വൽ ഫീ വരുന്നത്. അതിൽ 100 രൂപ എടുത്തതിന് ശേഷം 400 rupees നിങ്ങൾക്ക് റീഇംബേഴ്സ് ചെയ്ത് കിട്ടും. ഓക്കെ, നിങ്ങൾ എക്സാമിന് അപ്പിയർ ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് റീഇംബേഴ്സ് ചെയ്ത് കിട്ടുന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ആധാർ നമ്പർ കൊടുക്കുന്നത്. ആധാർ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക്ഡ് ആകും. സോ അപ്പോൾ ഇവിടെ സെലക്റ്റഡ് ആധാർ നമ്പർ, ഇവിടെ നമ്പർ ഞാൻ കൊടുത്തത് കാണാം. അക്കൗണ്ട് എൻ്റെ ബാങ്ക് HDFC ആണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് കാണും. സോ നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ മാറ്റാം. സോ ഈ ആധാറുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് നമ്പറിലേക്കാണ് റീഫണ്ട് എമൗണ്ട് വരുന്നത്. അല്ലാതെ നമ്മൾ വേറെ ഒരു സ്റ്റേജിലും സെപ്പറേറ്റ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇത് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ കൊടുക്കാൻ. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നെക്സ്റ്റത്തെ സ്റ്റേജാണ്. പേഴ്സണൽ ഡീറ്റെയിൽസ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അതർ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ അതർ ഡീറ്റെയിൽസിൽ ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ 10th സ്റ്റാൻഡേർഡ് എലിജിബിലിറ്റി ആണ്. സോ മെട്രിക്കുലേഷൻ ഓർ SSLC നിങ്ങൾക്ക് ഇവിടെ കാണാം. ഏത് സ്റ്റേറ്റിൽ വെച്ചിട്ടാണ് പഠിച്ചത്, ഡിസ്ട്രിക്റ്റ് ഏതാണ്, ബോർഡ് ഏതാണ്, ഡേറ്റ് ഓഫ് പാസിംഗ്, റോൾ നമ്പർ, പിന്നെ സർട്ടിഫിക്കറ്റിൻ്റെ സീരിയൽ നമ്പർ. നിങ്ങളുടെ 10th സ്റ്റാൻഡേർഡ് മാർക്സ് ഇവിടെ കൊടുക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ സീരിയൽ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ നിങ്ങൾ ആഡ് കൊടുക്കുക. ആഡ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ അടുത്ത ക്വാളിഫിക്കേഷനാണ്. സോ 10th ഓർ ITI, 10th വിത്ത് ITI, മറ്റതിൽ ഇവിടെ ഡിപ്ലോമ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഒക്കെ ആണല്ലോ. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മെട്രിക്കുലേഷൻ SSC, ഡിഗ്രി, 3 years ഇൻ എഞ്ചിനീയറിംഗ്, ബാച്ചിലർ ഓഫ് സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ ഗ്രേഡ് 1 ആണോ ഗ്രേഡ് 3 ആണോ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കുക. ഗ്രേഡ് 3 ആണെന്നുണ്ടെങ്കിൽ 10th ആൻഡ് ITI മതി. ഗ്രേഡ് 3 ആണെന്നുണ്ടെങ്കിൽ BSc അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് വേണം. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാനിവിടെ തന്നിട്ടുള്ളത്. ഇവിടെ നോക്കിക്കോ. ടെക്നീഷ്യൻ ഗ്രേഡ് 1ൻ്റെ എലിജിബിലിറ്റി വരുന്നത് ബാച്ചിലർ ഓഫ് സയൻസ്, അതായത് BSc ഇൻ ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇൻസ്ട്രുമെൻറ്റേഷൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ BSc in a combination of any substream of basic streams of physics, electronics, computer science, information technology or instrumentation from a recognized university. അപ്പോൾ ഇത് സിംഗിൾ ഡിഗ്രി, ഇത് മൾട്ടിപ്പിൾ ഡിഗ്രി. അല്ലാന്നുണ്ടെങ്കിൽ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ്, ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ്. സോ അപ്പോൾ ഈ 4 എലിജിബിലിറ്റിയിൽ ഏതെങ്കിലും ഒന്നുള്ളവർക്കാണ് ഗ്രേഡ് 1 ടെക്നീഷ്യനിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ
ഗ്രേഡ് 3 ആണ് ആക്ച്വലി അപ്ലൈ ചെയ്യുന്നതെങ്കിലും ഗ്രേഡ് 1നും നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് സെപ്പറേറ്റ്ലി അപ്ലൈ ചെയ്യാൻ പറ്റും. സോ അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം എടുക്കുന്നത്. അതേസമയം ഗ്രേഡ് 3 മാത്രമാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ളൂ എന്നുണ്ടെങ്കിൽ ഇവിടെ SSLCയും ITIയും മാത്രം മതി. അപ്പോൾ 10th കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും ഞാനിവിടെ ഗ്രേഡ് 3 എടുത്തേ കൊണ്ടാണ് കേട്ടോ, ഗ്രേഡ് 1 സോറി അതെ. അപ്പോൾ നമുക്ക് ഇവിടേക്ക് മെട്രിക്കുലേഷൻ്റെ കൊടുത്തതിന് ശേഷം നമ്മുടെ ITIൻ്റെ ഡീറ്റെയിൽസും ഇവിടെ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ഡേറ്റ എടുക്കുക. ക്ലിയർ ആയല്ലോ? സോ ഗ്രേഡ് 1 ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നെങ്കിൽ BSc ഫിസിക്സ്, ഓക്കെ, ഇൻഡിവിജ്വൽ ആയിട്ട് ഫിസിക്സോ ഇലക്ട്രോണിക്സോ കമ്പ്യൂട്ടർ സയൻസോ ഇൻഫർമേഷൻ ടെക്നോളജിയോ ഇൻസ്ട്രുമെൻറ്റേഷനോ അല്ലെങ്കിൽ അതിൻ്റെ കോമ്പിനേഷനോ അല്ലെങ്കിൽ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗോ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗോ. ഗ്രേഡ് 3 ആണ് വരുന്നതെങ്കിൽ 10th ITIയും മാത്രം മതി. സോ അപ്പോൾ ഗ്രേഡ് 3ൻ്റെ വരുന്ന സമയത്ത് ഇവിടെ ഇത്രയും ഡ്രോപ്പ് ഡൗൺസ് ഉണ്ടാവില്ല. 10th ഡീറ്റെയിൽസും ITIൻ്റെ ഡീറ്റെയിൽസും മാത്രം കൊടുത്താൽ മതിയാകും. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ ഇതാണ് ഇവിടെ ഗ്രേഡ് 1ന് അപ്ലൈ ചെയ്യുന്നതിനും ഗ്രേഡ് 3ന് അപ്ലൈ ചെയ്യുന്നതിനും വരുന്ന ഒരു പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറയുന്നത്. രണ്ടും ഒരുമിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഒരേ പ്രൊസീജിയറിൽ 2 തവണ അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായല്ലോ. എലിജിബിലിറ്റിയിലാണ് ഇവിടെ മെയിൻ ആയിട്ട് ഡിഫറൻസ് വരുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇനി നമുക്ക് അതിനുശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം ഇവിടെ ആഡ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ആഡ് ആകും. അപ്പോൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസും ഓട്ടോമാറ്റിക്കലി സേവ് ആവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് നമ്മുടെ ഫോട്ടോസും സിഗ്നേച്ചറും ഒക്കെ ആഡ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതുകൂടെ നമുക്ക് നോക്കാം. സോ അപ്പോൾ ഫോട്ടോഗ്രാഫ് നമ്മളിവിടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുകയല്ല ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ലൈവ് ക്യാപ്ചർ ഓഫ് ഇമേജസ് ആണ് ഇപ്പോൾ ആക്ച്വലി RRBയിൽ ത്രൂ ഔട്ട് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞ് അപ്ലോഡ് പ്രൊഫൈൽ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന സ്റ്റേജിൽ എത്തുമ്പോഴേക്കും ഇങ്ങനെയൊരു ക്യാമറ കാണാൻ പറ്റും. സോ അതിന് ക്യാമറയല്ല, ഇങ്ങനെയൊരു ഇമേജ് കാണാൻ പറ്റും. ഇവിടെ ക്യാപ്ചർ ലൈവ് ഇമേജ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു സ്പെസിഫിക് ആയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീനിൽ വായിച്ചു നോക്കാം, അല്ലെങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞു തരാം. ഇവിടെ ഒരു നോൺ വൈറ്റ് ആയിട്ടുള്ള ക്ലോത്തിങ് ഇട്ടിട്ട്, എന്ന് വെച്ചാൽ പ്രിഫറബിളി ഇച്ചിരി ഡാർക്ക് കളേഴ്സിൽ കോൺട്രാസ്റ്റ് കാണുന്ന രീതിയിലുള്ള ഡാർക്ക് കളേഴ്സ് ഡ്രസ്സ് ഇട്ടിട്ട് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇരിക്കുക. അതാണ് ഒന്നാമത്തെ ചെയ്യേണ്ട കാര്യം. നല്ല ലൈറ്റിംഗ് ഉള്ള ബാക്ക്ഗ്രൗണ്ടിൽ ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് ഇല്ലാത്ത ടൈപ്പ് ഓഫ് ഒരു സിറ്റുവേഷൻ, അത്തരത്തിലുള്ള ഒരു സെറ്റപ്പിൽ നിങ്ങൾ ഇരിക്കുക. അതിനുശേഷം ക്യാമറ നിങ്ങളുടെ ഐ ലെവലിലായിരിക്കണം ഫോട്ടോഗ്രാഫ് എടുക്കാൻ വേണ്ടി. കുറേ താന്നോ കുറേ പൊങ്ങിയോ ഇരിക്കാൻ പാടില്ല. സോ ഇനി ഒരു ചിരിക്കുകയോ ഒന്നും ചെയ്യാതെ ഒരു ന്യൂട്രൽ എക്സ്പ്രഷൻ വെച്ചിട്ട് നിങ്ങൾ ക്യാമറയിലേക്ക് നോക്കുക. നിങ്ങളുടെ മുഖം കംപ്ലീറ്റ്ലി വിസിബിൾ ആയിരിക്കണം. സോ ഇവിടെ ക്യാമറയിൽ ഒത്തിരി സൂംഡ് ഇൻ ആവരുത്, ഒത്തിരി സൂം ഔട്ടും ആവരുത്, കറക്റ്റ് പൊസിഷനിലിരിക്കണം. ക്യാപ്പ്, മാസ്ക് അല്ലെങ്കിൽ സ്പെക്സ് അങ്ങനത്തെ സാധനങ്ങൾ ഒന്നും വെക്കാൻ പാടില്ല. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് എങ്ങനെയാണോ ഇരിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ആയിരിക്കണം നിങ്ങളുടെ ഇപ്പോഴത്തെ ഫോട്ടോയും. ഇതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം. ഓക്കെ, രണ്ടും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടാകാൻ പാടില്ല, അതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ അതിന് കുറേ എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ഇമേജിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇത് ഭയങ്കര സൂംഡ് ഇൻ ആണ്. സോ ഇത് റിജക്റ്റ് ആകും. ഈ ഇമേജ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഒരു കോർണറിലേക്കാണ്, ഇത് റിജക്റ്റ് ആകും. ഇവിടെ സ്പെക്സ് ഉണ്ട്, റിജക്റ്റ് ആകും. മുമ്പിലേക്ക് മുടി വന്നു, റിജക്റ്റ് ആകും. ബാക്ക്ഗ്രൗണ്ട് ക്ലട്ടേർഡ് ആണ്, റിജക്റ്റ് ആവും. ബ്ലേർഡ് ആണ്, റിജക്റ്റ് ആകും. ഗ്രെയിൻസ് ഉണ്ട്, റിജക്റ്റ് ആവും. ഇവിടെ സൈഡിൽ ലൈറ്റിംഗ് വന്നു, റിജക്റ്റ് ആവും. ഇവിടെ ലൈറ്റിംഗ് ആവശ്യത്തിനില്ല, ഇതും റിജക്റ്റ് ആവും. ക്യാപ്പ് വന്നു, ഇതും റിജക്റ്റ് ആവും. സോ ഇവിടെ ഒരു പ്രോപ്പർ രീതിയിൽ വേണം നിങ്ങളുടെ പിക്ചർ എടുക്കാൻ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാകും എന്നോർത്ത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതാ നിങ്ങൾ ഓൺ ചെയ്യുന്ന സമയത്ത് ഏകദേശം ഇതുപോലെ ആയിരിക്കും ആ സാധനം ഉണ്ടാവുക. അപ്പോൾ ഇവിടെ മൂവ് ബാക്ക് അല്ലെങ്കിൽ സൂംഡ് ഇൻ ആണെങ്കിൽ മൂവ് ബാക്ക് എന്ന് പറയും. അലൈൻ യുവർ ഫേസ് ഇൻസൈഡ് ദിസ് സർക്കിൾ. അപ്പോൾ ഈ ഒരു സർക്കിൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ഇരിക്കുന്ന സമയത്ത് ഇതിൻ്റെ കളർ ഗ്രീൻ ആവും. അപ്പോഴാണ് ഫോട്ടോ പ്രോപ്പറായിട്ട് ക്യാപ്ചർ ആവാം. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 5 മിനിറ്റിൽ നിങ്ങൾക്ക് 3 ടൈംസ് ആണ് ഫോട്ടോ ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു അതോറിറ്റി ഉള്ളൂ. ഓക്കെ, അതിൻ്റെ കൂടുതൽ നമ്പർ ഓഫ് ടൈംസ് വരികയാണെങ്കിൽ നിങ്ങൾ പിന്നെ ചെയ്യേണ്ടി വരും. ബാക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതാണ്. അതായത് 5 മിനിറ്റിൽ 3 തവണ കൂടുതൽ ക്യാപ്ചർ ചെയ്യരുത്. ലൈറ്റിംഗ് പ്രോപ്പർ ആക്കി വെക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കാതെ കറക്റ്റ് സെൻറ്ററിൽ നിൽക്കുക. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ ആർ യു എ ട്വിൻ എന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക.
ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫോട്ടോഗ്രാഫ് എടുക്കാനുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ലാപ്ടോപ്പിലെ ക്യാമറ വെച്ച് എടുക്കുന്ന കാര്യമാണ്. ഇനി ലാപ്ടോപ്പിലെ ക്യാമറ നിങ്ങൾക്കില്ല എന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിലും പേടിക്കേണ്ട. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേറെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. ക്യാപ്ചർ ലൈവ് ഇമേജ് ഫ്രം മൊബൈൽ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു പോപ്പപ്പ് വരും, ദിസ് RRB GOV. അപ്പോൾ ആദ്യം ഇവിടെ നിങ്ങൾക്ക് ഒരു QR കോഡ് വരും. ഈ QR കോഡ് നിങ്ങളുടെ ഫോൺ കൊണ്ട് നിങ്ങൾ സ്കാൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊരു നോട്ടിഫിക്കേഷൻ വരും, rrb.apply.gov.in നിങ്ങളുടെ ക്യാമറ യൂസ് ചെയ്യാൻ അലോ ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ അലോ ദിസ് ടൈം കൊടുക്കുക, അല്ലെങ്കിൽ അലോ വൈൽ വിസിറ്റിംഗ് ദ സൈറ്റ് കൊടുക്കുക. ഇതിൽ ഏത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലും കുഴപ്പമില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് നിങ്ങളുടെ ഫോണിലെ ക്യാമറയിലേക്ക് പോകും, ആപ്ലിക്കേഷനിലൂടെ നിങ്ങളുടെ ക്യാമറയിലേക്ക് പോകും. അപ്പോൾ അത് വെച്ചിട്ടും നിങ്ങൾക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ലാപ്ടോപ്പിൽ ക്യാമറ ഇല്ല എന്ന് വിചാരിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കരുത്. ഫോണിലൂടെ കണക്ട് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് ഓൾസോ പോസിബിൾ. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫൈൻ. അപ്പോൾ ഇതാണ് ലൈവ് ക്യാപ്ചറിനെ പറ്റി പറയാനുള്ള, ഫോട്ടോഗ്രാഫിന് ലൈവ് ക്യാപ്ചർ. ഇനി അടുത്തത് വരുന്നത് നമ്മുടെ സിഗ്നേച്ചറാണ്. അപ്പോൾ സിഗ്നേച്ചറിൻ്റെ കാര്യവും ഓൾമോസ്റ്റ് അതുപോലെ തന്നെയാണ്. പക്ഷേ ലൈവായിട്ട് നിങ്ങൾ സിഗ്നേച്ചർ ഇടുകയൊന്നും വേണ്ട. ഇവിടെ ഒരു വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് പെൻ കൊണ്ട്, ഇങ്ക് പെൻ എന്ന് വെച്ചാൽ ബ്ലാക്ക് ഇങ്ക് പെൻ എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ, നമ്മുടെ മഷിപ്പേന കൊണ്ടുവരണമെന്ന് നിർബന്ധമൊന്നുമില്ല, നോർമൽ ബോൾ പെൻ ആണെങ്കിലും കുഴപ്പമില്ല. ബ്ലാക്ക് പെന്നും കൊണ്ട് നിങ്ങൾ സൈൻ ഇടണം. അപ്പോൾ ഇത് ചെയ്യാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി അതിൻ്റെ ഡിമെൻഷൻസ് തന്നിട്ടുണ്ട്. 50 മില്ലിമീറ്റർ ഇൻറ്റു 20 മില്ലിമീറ്റർ എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? 5 സെൻറ്റിമീറ്റർ നീളവും 2 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ബോക്സ് ഒരു വൈറ്റ് പേപ്പറിൽ വരയ്ക്കുക. അതിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് ഇങ്ക് സൈൻ വെച്ചിട്ട്, പെൻ വെച്ചിട്ട് നിങ്ങൾ നോർമലി സൈൻ ഇടുക. ഓക്കെ, സോ അത് റണ്ണിങ് ഹാൻഡ് റൈറ്റിങ്ങിൽ നിങ്ങളുടെ പ്രോപ്പർ ആയിട്ടുള്ള സൈൻ ആവണം. ബ്ലോക്ക് ലെറ്റേഴ്സിലോ അല്ലെങ്കിൽ സ്മോൾ ലെറ്റേഴ്സിലോ ഒന്നും ആവരുത്. നമ്മൾ സാധാരണ സൈൻ ഇടുന്ന പോലെ സൈൻ ആ ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ മാക്സിമം കണ്ടെയ്ൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഇനി അടുത്തത്, ഈ ഇമേജ് നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ സേവ് ചെയ്യുന്ന സമയത്ത് JPGയോ അല്ലെങ്കിൽ JPEG ഫോമാറ്റിലോ ആയിരിക്കണം. ഇത് ഒന്നാമത്തെ കാര്യം. ഇതിന് ഡയമെൻഷൻസ് ഇവിടെ നമ്മൾ ഓൾറെഡി എടുത്തു, 50 × 20, അത് നമ്മൾ ഓൾറെഡി എടുത്തു. അത്രയും ഭാഗം മാത്രം ക്രോപ്പ് ചെയ്തെടുത്താൽ മതി. ഇനിയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൻ്റെ സൈസ് 30 KB-യുടെയും 49 KB-യുടെയും ഉള്ളിലാവണം. ഇപ്പോഴത്തെ നമ്മുടെ ഫോൺസിൻ്റെയൊക്കെ ക്യാമറ നിങ്ങൾക്കറിയാലോ വളരെ കൂടുതൽ റെസൊല്യൂഷൻ വരുന്നതാണ്. സോ ആസ് എ റിസൾട്ട് ചിലപ്പം ഇത് അതിനേക്കാളും സൈസ് കൂടുതലുണ്ടാകും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കംപ്രസ് ഇമേജ് എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ കംപ്രസ് ഇമേജ് സൈസ് എന്ന് പറഞ്ഞ് ഒരുപാട് വെബ്സൈറ്റുകൾ ഓൺലൈൻ അവൈലബിൾ ആയിട്ടുണ്ടാവും. സോ കംപ്രസ് ഇമേജ് ഓൺലൈനിൽ ജസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിളിൽ ഇഷ്ടം പോലെ ഫ്രീ ആയിട്ടുള്ള ഓൺലൈൻ സൈറ്റുകൾ കാണും. അതിലേതെങ്കിലും ഒരു സൈറ്റ് എടുക്കുക, അതിലേക്ക് നിങ്ങളുടെ ഈ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എന്തിനാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്? അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു സൈസിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ മിക്ക സൈറ്റുകളിലും ചോദിക്കും നിങ്ങൾക്ക് അപ് ടു എത്ര KB വരെയാണ് കംപ്രസ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾ കൊടുക്കുക 30 to 49 KB, മേ ബി ഒരു 35 അല്ലെങ്കിൽ 40 KB-യിലേക്ക് കംപ്രസ് ചെയ്ത് തരാൻ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അപ്പം തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്യുക ആൻഡ് എന്നിട്ട് ഇവിടേക്ക് എടുത്ത് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, സോ പ്ലീസ് റിമെമ്പർ, നിങ്ങൾ ഈ 50 and 20 സെൻറ്റിമീറ്റർ ബോക്സിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് ഇങ്ക് പെൻ വെച്ചിട്ട് സൈൻ ചെയ്താലും ഈ സൈസ് ലിമിറ്റിൻ്റെ ഉള്ളിലല്ല നിങ്ങളുടെ സിഗ്നേച്ചർ വരുന്നതെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, എറർ ത്രോ ചെയ്യും. ഓക്കെ, സോ പ്ലീസ് റിമെമ്പർ, ഇത് കൂടി പ്രോപ്പർ ആക്കി കൊടുത്തിട്ട് വേണം നിങ്ങൾക്ക് ഇതിനെ അപ്ലൈ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇതും മറക്കരുത്. അപ്പോൾ ഇതിലാകെ ഒരു സീൻ വരുന്നത് ലൈവ് ഫോട്ടോ ക്യാപ്ചറും സിഗ്നേച്ചറിൻ്റെ അപ്ലോഡ് മാത്രമാണ്, ബാക്കിയൊക്കെ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് പ്രോപ്പറായിട്ട് ചെയ്യുക. ലൈവ് ഫോട്ടോ 5 മിനിറ്റിൽ 3 തവണയിൽ കൂടുതൽ ട്രൈ ചെയ്യരുത്. നിങ്ങൾ എല്ലാം സെറ്റ് ആക്കിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാൻ തുടങ്ങിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ടേക്കിൽ തന്നെ അത് ഓക്കെ ആയിക്കോളും. പിന്നെ സിഗ്നേച്ചർ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കംപ്രസ് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ സാധനം ഇവിടെ എടുത്തിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ടിക്ക് ചെയ്ത് കൊടുത്താൽ ഇവിടെ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് സേവ് ആയിക്കോളും.
ക്ലിയർ ആയോ എല്ലാവർക്കും? സോ അപ്പോൾ ഇതാണ് ഓൺലൈൻ സൈറ്റിൻ്റെ ഒരു ജസ്റ്റ് എക്സാമ്പിൾ ആണ് കേട്ടോ. ഇതിനെ കംപ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് വേണ്ടിയിട്ടുള്ളതാണ്. സോ അപ്പോൾ ഇതിൽ പിക്സൽ സൈസും ഇവിടെ നമുക്ക് 1 സെക്കൻഡ് പിക്സൽ സൈസും തന്നിട്ടുണ്ട്. 140x60 പിക്സൽസ്. അത് വ്യത്യാസം വരില്ല, ബിക്കോസ് നമ്മൾ ഈ ബോക്സ് വരച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ആയിക്കോളും. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്ലോഡ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെ ഉണ്ടാകും. നമ്മുടെ സൈന് ഇവിടെ വന്നിട്ടുണ്ടാകും. അപ്ലോഡ് ചെയ്ത സൈനും ഇവിടെ കാണും, നമ്മൾ ആക്ച്വലി എടുത്ത ഫോട്ടോയും ഇവിടെ കാണും. ക്ലിയർ? അപ്പോൾ ഇത്രയും നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഈ ഒരു സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ ഇനിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് അടുത്തത് വരും. അപ്പോൾ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത RRBയുടെ പേരും കൂടെ കാണിക്കും കേട്ടോ. അതായത് ചെന്നൈ ആണോ, മുംബൈ ആണോ, ട്രിവാൻഡ്രം ആണോ, ഏതാണെന്ന് വെച്ചാൽ കാണിക്കും. സോ ഇവിടെ നോക്കിക്കോ, ഇതിപ്പോൾ ഈ പേജിൻ്റെ ഹാഫേ ഉള്ളൂ. ഇതിൻ്റെ ഫുള്ള് ഇവിടെ ഉണ്ട്. ഔട്ട് ഓഫ് ഇങ്ങനെ 8 പോസ്റ്റുകളുണ്ട്. ഇതിൽ നിങ്ങളുടെ പ്രിഫറൻസ് നിങ്ങളിവിടെ സബ്മിറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് ഈ തേർഡ് വണ്ണാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്താൽ ഇത് നേരെ ഇവിടേക്ക് വരും. സോ ഇതാണ് നിങ്ങൾ ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ് ഈ തേർഡ് വൺ ആയിരിക്കും. ഇനി ഇതാണ് നിങ്ങൾ രണ്ടാമത് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇത് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് ഇത് നിങ്ങളുടെ രണ്ടാമത്തെ പ്രിഫറൻസ് ആയിട്ട് വരും. സോ ഇതുപോലെ ഈ പ്ലസ്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന ഓർഡർ അനുസരിച്ചിട്ടാണ് നമ്മുടെ ഫൈനൽ നമ്മുടെ പ്രിഫറൻസിൻ്റെ ലിസ്റ്റ് വരുന്നത്. ക്ലിയർ ആയോ എല്ലാവർക്കും? സോ അപ്പോൾ ഇവിടെ 1 2 3 നമ്മുടെ ആക്ച്വൽ ഓർഡറിൽ ഇവിടെ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഓരോന്നായിട്ട് നമ്മൾ ഇവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ട്രാക്ക് മെഷീൻ ഗ്രേഡ് ഇവിടെ 2 2 4 8 എന്നൊക്കെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടേക്ക് വന്ന ഓർഡർ എങ്ങനെയായി നോക്കിക്കേ, 2 11 12 4 എന്നാണ് വന്നിരിക്കുന്നത്. സോ 2 ഫസ്റ്റ് അതുപോലെ തന്നെ വന്നു. അടുത്തത് നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിരിക്കുന്നത് ഈ 11 ആണ്. സോ അതുകൊണ്ടാണ് ഇവിടേക്ക് ഈ 11 വന്നിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രിഫറൻസ് ഇവിടെയാണ് പോപ്പുലേറ്റ് ചെയ്ത് വരുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു യെല്ലോ ബോക്സ് ഇല്ലേ, ഈ യെല്ലോ ബോക്സിൻ്റെ താഴെ വരുന്ന സാധനമാണ് കേട്ടോ ഇത്. എല്ലാം കൂടി ഒറ്റ പേജിൽ വെക്കാൻ പറ്റാത്തതും കൊണ്ട് രണ്ടാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഈ 2 ടിക്കുകൾ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. അത് നമ്മൾ ലോഗിൻ ചെയ്ത സമയത്ത് ഓൾറെഡി അക്സെപ്റ്റ് ചെയ്തതാണ്. ഒരു RRBയിൽ നിന്നും RRCയിൽ നിന്നും നമ്മളെ ബാൻ ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ എംപ്ലോയ്മെൻറ്റ് നോട്ടീസ് നമ്മൾ വായിച്ചു നോക്കി എന്നതിൻ്റെ ഒരു അക്നോളജ്മെൻറ്റും ആണ്. ഇത് നമ്മൾ ഓൾറെഡി ടിക്ക് ചെയ്തതാണ്. അപ്പോൾ അവിടെ നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. പിന്നെ ആദ്യത്തെ ടിക്ക് ഇവിടെ കൊടുക്കുക, ഐ ഹാവ് എക്സസൈസ്ഡ് ആൻഡ് ചെക്ക് മൈ ഓർഡർ ഓഫ് പോസ്റ്റ് പ്രിഫറൻസ്. നമ്മൾ ആവശ്യമുള്ള രീതിയിലാണ് പോസ്റ്റ് പ്രിഫറൻസ് വന്നതെന്നുള്ളത് ഇവിടെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് രണ്ടും എഗ്രി ചെയ്യുക. നമ്മൾ കൊടുത്ത സാധനങ്ങളൊക്കെ കറക്റ്റാണ്, എല്ലാ ഇൻഫർമേഷനിലും ഇഷ്യൂസ് ഒന്നും ഇല്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടേക്ക് വരുന്നത്. ഇനി എവിടെ വെച്ചിട്ടാണോ നിങ്ങൾ സൈൻ ചെയ്യുന്നത് ആ പ്ലേസ് എൻ്റർ ചെയ്യുക. നിങ്ങളുടെ സൈൻ ഇവിടെ ഓട്ടോമാറ്റിക്കലി വരും. അപ്ലൈ ചെയ്യുന്ന ഡേറ്റ് ഏതാണോ ആ ഡേറ്റ് ഇവിടെ ഓട്ടോമാറ്റിക്കലി വരും. ക്ലിയർ? സോ അപ്പോൾ ഇനി നമ്മൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഇതിവിടെ സേവ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിവിടെ പ്രിവ്യൂ ചെയ്യാം. പ്രിവ്യൂ ചെയ്തതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതവിടെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ സബ്മിറ്റ് കൊടുക്കണം. അപ്പോൾ എപ്പോഴും ഒന്ന് പ്രിവ്യൂ ചെയ്ത് മിസ്റ്റേക്സ് ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ക്ലിയർ? അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് നമ്മൾ കൊടുത്തു. അങ്ങനെയെങ്കിൽ നമുക്ക് സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇവിടെ സബ്മിറ്റ് കൊടുക്കാം. ഈ സബ്മിറ്റ് കൊടുത്താൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആകും. അതിനു മുമ്പ് ഒന്നും കൂടെ ഡബിൾ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ഓപ്ഷനിൽ പോയിട്ട് എഡിറ്റ് ചെയ്യണം. ക്ലിയർ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഫൈനൽ ഫീ പേയ്മെൻ്റ് ആണ്. സോ ഇവിടെ ഈ ഒരു സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫീ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ വരും. അപ്പോൾ ഇത് UPI വെച്ചിട്ട് സ്കാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ നെറ്റ് കാർഡ് വെച്ചിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. ഓൺലി തിങ് ഇസ് നിങ്ങളുടെ നെറ്റ്വർക്ക് ആക്റ്റീവ് ആയിട്ടുണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. സോ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ഇത് നിങ്ങൾ കൊടുക്കുക. ഓക്കെ? സോ നിങ്ങളുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന RRBയുടെ ഒരു പേരായിരിക്കും ഇവിടെ വരിക കേട്ടോ. ഞാൻ ആദ്യം മുംബൈ വെറുതെ സെലക്ട് ചെയ്തതാണ്, അതുകൊണ്ട് മുംബൈൻ്റെ പേരാണ് ഇവിടെ വന്നത്. സോ 500 റുപ്പീസ് ആയിരിക്കും ജനറൽ കാറ്റഗറിക്ക് വരുന്ന ആപ്ലിക്കേഷൻ ഫീസ്. ഓക്കെ? അപ്പോൾ അതിൽ റിലാക്സേഷൻ വരുന്നുണ്ട്. അതായത് SC ST ഉള്ള സ്റ്റുഡൻസിനും പിന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി അങ്ങനെയുള്ളവർക്കൊക്കെ 250 റുപ്പീസ് ആണ് വരുന്നത്. അതുപോലെ മൈനോറിറ്റീസിലുള്ളവർക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സിനും ഒക്കെ 250 റുപ്പീസേ വരുന്നുള്ളൂ. അപ്പോൾ അതിൽ 250 റുപ്പീസും നിങ്ങൾക്ക് റീംബേഴ്സ് ചെയ്ത് കിട്ടും. എന്നാൽ മറ്റുള്ളവർക്ക് 500 റുപ്പീസ് ഉള്ളവർക്ക് 100 റുപ്പീസ് ട്രാൻസാക്ഷണൽ ചാർജസ് ആയിട്ട് എടുത്ത് ബാക്കി 400 റുപ്പീസ് ആയിരിക്കും നിങ്ങൾക്ക് റീംബേഴ്സ് ചെയ്ത് വരുന്നത്. ഓക്കെ? അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇത് നിങ്ങൾ എല്ലാവരും ഓർത്തിരിക്കുക പ്ലീസ്.
ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു എക്സാം അപ്ലൈ ചെയ്യാനുള്ള സ്റ്റെപ്സ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ എക്സാമിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യം പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതിന് നിങ്ങൾ പേടിക്കേണ്ട. അതിൻ്റെ കോഴ്സസ് ഒക്കെ എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ നമ്മളെ കണക്ട് ചെയ്യാം. ഓക്കെ? അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റൻസോ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോമൻസിലൂടെ എഴുതി അറിയിക്കാം. ഇതുപോലത്തെ ഇത്തരം വീഡിയോസ് ഇനി വീണ്ടും കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇനി ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ് വേണ്ടത്, അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കോമൻസിലൂടെ എഴുതി അറിയിക്കാം. ഓക്കെ? അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.